ഹലോ ചങ്ങകളെ ചങ്കത്തികളെ, ഇന്ന് 4-ാം ദിവസം നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ 4:30 എണീറ്റ് എൻ്റെ ഹസ്ബൻഡിന് ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. അതുകൊണ്ട് പുള്ളിക്കാരൻ ചായ ഇട്ട് കൊടുത്തു. അപ്പം ഇച്ചിരി ഒരു 1/4 ഗ്ലാസ് ചായ ഞാനും കുടിച്ചു. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര തൊണ്ടവേദനയായിരുന്നു. അതുകൊണ്ട് അതപ്പം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം പിന്നെ ഞാൻ ഉറങ്ങി എണീറ്റ് ബാക്കി ജോലികളൊക്കെ ചെയ്ത് തീർത്തപ്പോൾ നല്ല വിശപ്പ്. പൊതുവെ ഈ ടൈമിൽ ഞാൻ കഴിക്കേണ്ടതല്ല, പക്ഷെ ഇപ്പം മണി 9:50 അപ്പം ചെറിയൊരു വിശപ്പ്. 12 മണിക്കാണ് ഫസ്റ്റ് മീൽ കഴിക്കേണ്ടത്. വേറെ ഒന്നും ഇല്ല കഴിക്കാൻ. അപ്പം ഇന്നലത്തെ ഓട്സ് അപ്പത്തിൻ്റെ 2 അപ്പത്തിൻ്റെ മാവ് മാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതങ്ങ് ചുട്ട് കറിയൊന്നും ഇല്ലാതെ വെറും അപ്പം മാത്രം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇനി അടുത്തത് 12 മണിക്ക് ലഞ്ച് ടൈം നമുക്ക് കാണാം. ബൈ. ഹലോ, ഇപ്പം ലഞ്ച് ടൈം ആയിട്ടുണ്ട്. മണി ഇപ്പം 12:50. അപ്പം ഞാനൊരു 3 ഇഡ്ഡലിയും ഇത് കടല ചമ്മന്തിയാണ്. തേങ്ങ കുറച്ചും കടല കൂടുതലും ഇട്ട ചമ്മന്തി. അപ്പം 3 ഇഡ്ഡലി ഒന്ന് കഴിച്ചു. 3 ഇഡ്ഡലിയും കുറച്ച് ചമ്മന്തിയാണ് ഇന്നത്തെ ലഞ്ചിൻ്റെ. ഇന്ന് ഞാൻ ചോറ് വച്ചില്ല, അതുകൊണ്ട് ഇഡ്ഡലിയാണ് ലഞ്ച്. ഇന്ന് രാവിലെ വർക്കൗട്ട് ചെയ്യാനൊന്നും പറ്റില്ല, കുറേ ജോലിയുണ്ട്. എന്നെ തൃക്കാർത്തികല്ലേ, വിളക്കൊക്കെ വെക്കണം, ഇലയടക്കം ഉണ്ടാക്കി. അതുകൊണ്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പം നടക്കുമെന്നും അറിയില്ല. എനിക്ക് തോന്നുന്നില്ല ഇന്ന് നടക്കുമെന്ന്. എന്തായാലും ട്രൈ ചെയ്യുവാണെങ്കിൽ ലാസ്റ്റിൽ എത്ര സ്റ്റെപ്സാണ് നടന്നതെന്ന് അറ്റാച്ച് ചെയ്യാം. അപ്പം ഇനി ഡിന്നർ ടൈം കാണാം. ഹലോ ചങ്കകളെ ചങ്കത്തികളെ, ഇപ്പം വൈകിട്ട് മണി 6:02. തൃക്കാർത്തികല്ലേ, വിളക്കല്ല, ഞാൻ ഈ മെഴുകുതിരിയാ വെക്കാൻ പോകുന്നത്. കുറച്ചേ വെക്കുന്നുള്ളൂ, ഒരുപാടൊന്നും വെക്കുന്നില്ല. ഇന്ന് ഓൾറെഡി ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം വയ്ക്കാൻ പറ്റുമോ ഇല്ലെന്നൊന്നും അറിയില്ല, എന്തായാലും നോക്കണം. പിന്നെ ഇന്ന് തൃക്കാർത്തികയായിട്ട് ഞങ്ങളുടെ വീട്ടിലുള്ള അമ്മ എപ്പോഴും ഇലയപ്പം ഉണ്ടാക്കും. ആ ഓർമ്മയ്ക്കായി ഞാൻ ഇന്ന് ഇലയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഓർമ്മയ്ക്കായിന്ന് എന്തുകൊണ്ടാ പറയുന്നതെന്ന് വെച്ചാൽ എൻ്റെ അമ്മ ഇപ്പം ഈ ലോകത്തിലില്ല, മരിച്ചിട്ട് 3 വർഷമായി. അപ്പം അമ്മ എപ്പോഴും ഇലയപ്പം ഉണ്ടാക്കും. അതുകൊണ്ട് ഞാനും ഇന്ന് ഇലയപ്പം ഉണ്ടാക്കി, നല്ല അടിപൊളി ഇലയപ്പം. അപ്പം നെയ്യപ്പം ഇന്നലെ ഉണ്ടാക്കിയായിരുന്നു, അത് ഫുള്ളും എന്റെ പിള്ളേർ കഴിച്ചു തീർത്തു. പിന്നെ ഇന്നത്തെ നൈറ്റ് ഡിന്നർ ഒരു 7 മണിക്ക് ഞാൻ കഴിക്കും. പക്ഷെ അതെന്താന്ന് വെച്ചാൽ തട്ടുദോശയാണ് ഞാൻ കഴിക്കുന്നത്. അപ്പം തട്ടുദോശയാണ് കഴിക്കുന്നത്. ഇന്ന് നൈറ്റ് ഡിന്നർ ഇത്തിരി റെസ്റ്റ് എടുക്കാം, വേറെ ഇനി ഒന്നും ഉണ്ടാക്കാനൊന്നും വയ്യ. തട്ടുദോശ വാങ്ങിച്ചോണ്ട് ഒരു ഹസ്ബൻഡ്. ഇത് ഞാൻ കാർത്തികലിനിട്ട് കോലപ്പൊടിയിലല്ല, അരിപ്പൊടി കലക്കി മഞ്ഞപ്പൊടിയുടെ കൂടെ കലക്കി ഉണ്ട്. എനിക്ക് കോലയിടാനൊന്നും അറിഞ്ഞൂടാ. പിന്നെ തൃക്കാർത്തികയൊക്കെ അല്ലേ, ദീപം വെച്ചൊരു കോലയിടാന്ന് വിചാരിച്ചു അങ്ങനെ. അപ്പം ഇന്ന് ഞാൻ 6000 സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വിധം